നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും PSC മലയാളം GKയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിത ആണ് D. ദേശ്മുഖ്. D. ദേശ്മുഖ് ആണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത. ഗുപ്ത സാമ്രാജ്യത്തെ ബ്രാഹ്മണരുടെ നാട് എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഫാഹിയാൻ. ഫാഹിയാൻ ആണ് ഗുപ്ത സാമ്രാജ്യത്തെ ബ്രാഹ്മണരുടെ നാട് എന്ന് വിശേഷിപ്പിച്ചത്. യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി ആണ് മാസ്ട്രിച്ച് ഉടമ്പടി. മാസ്ട്രിച്ച് ഉടമ്പടി ആണ് യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി. ചൈനയിലെ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ലാബോത്സെ. ലാബോത്സെ ആണ് ചൈനയിലെ ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത്. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ആണ് ഓക്സിജൻ. ഓക്സിജൻ ആണ് ജ്വലനത്തെ സഹായിക്കുന്ന വാതകം. ലോക ആരോഗ്യ ദിനം എന്ന്? ഏപ്രിൽ 7. ഏപ്രിൽ 7 ആണ് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്ര? 7.4. 7.4 ആണ് മനുഷ്യരക്തത്തിന്റെ pH മൂല്യം. ആദ്യ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? TE വാസുദേവൻ. TE വാസുദേവന് ആണ് ആദ്യ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. നായകളെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന പ്രത്യേക തരം വിസിലിന്റെ പേരെന്ത്? ഗാൾട്ടൺ വിസിൽ. ഗാൾട്ടൺ വിസിൽ എന്നാണ് നായകളെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന പ്രത്യേക തരം വിസിലിന്റെ പേര്. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആര്? ഹെബർട്ട് ബേക്കർ. ഹെബർട്ട് ബേക്കർ ആണ് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ നിയമസഭാ അംഗം ആണ് മേരി പുന്നൻ ലൂക്കോസ്. മേരി പുന്നൻ ലൂക്കോസ് ആണ് തിരുവിതാംകൂറിലെ ആദ്യ വനിതാ നിയമസഭാ അംഗം. ലാഹോറിനു പകരം ഡൽഹി തലസ്ഥാനമാക്കിയ അടിമവംശ സുൽത്താൻ ആണ് ഇൽത്തുമിഷ്. ലാഹോറിനു പകരം ഡൽഹി തലസ്ഥാനമാക്കിയ അടിമവംശ സുൽത്താൻ ആണ് ഇൽത്തുമിഷ്. സത്യാഗ്രഹത്തിന്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയെ ആണ് സത്യാഗ്രഹത്തിന്റെ ജന്മഭൂമി എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്നത് EK നായനാർ. EK നായനാർ ആണ് ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്നത്. ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഏഷ്യൻ രാജ്യം ആണ് സിംഗപ്പൂർ. സിംഗപ്പൂർ ആണ് ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഏഷ്യൻ രാജ്യം. ഭ്രാന്തി പശു രോഗത്തിന്റെ മറ്റൊരു പേര്? ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നതും ഭ്രാന്തി പശു രോഗം ആണ്. ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂലൈ 1. ജൂലൈ 1 ആണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം ആണ് കൊൽക്കത്ത. കൊൽക്കത്ത ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം. ബാഡ്മിന്റൺ എന്ന് പേരുള്ള 2 ഗ്രാമങ്ങളുള്ള രാജ്യം ആണ് ഇംഗ്ലണ്ട്. ബാഡ്മിന്റൺ എന്ന് പേരുള്ള 2 ഗ്രാമങ്ങളുള്ള രാജ്യം ആണ് ഇംഗ്ലണ്ട്. ആരുടെ സ്മരണയ്ക്കാണ് അംജദ് അലിഖാൻ പ്രിയദർശിനി എന്ന രാഗം തയ്യാറാക്കിയത്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ സ്മരണയ്ക്കായാണ് അംജദ് അലിഖാൻ പ്രിയദർശിനി എന്ന രാഗം തയ്യാറാക്കിയത്. ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന സസ്യം ആണ് ആര്യവേപ്പ്. ആര്യവേപ്പ് ആണ് ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന സസ്യം. മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച പാർട്ടി ആണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത് മന്നത്ത് പത്മനാഭൻ ആണ്.
രാജകുടുംബത്തിൽ ജനിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് വി.പി. സിംഗ്. വി.പി. സിംഗ് ആണ് രാജകുടുംബത്തിൽ ജനിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത്. അർജുന നൃത്തം നിലവിലുള്ള ജില്ല കോട്ടയം. കോട്ടയം ജില്ലയിൽ ആണ് അർജുന നൃത്തം നിലവിലുള്ളത്. വനവൽക്കരണത്തെ അറിയപ്പെടുന്നത് എങ്ങനെ? സിൽവികൾച്ചർ. സിൽവികൾച്ചർ എന്നാണ് വനവൽക്കരത്തെ അറിയപ്പെടുന്നത്. ഭൂസർവേ നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ആണ് തിയോഡോലൈറ്റ്. തിയോഡോലൈറ്റ് എന്ന ഉപകരണം ആണ് ഭൂസർവേ നടത്താൻ ഉപയോഗിക്കുന്നത്. പശ്ചിമഘട്ടത്തിന്റെ വടക്കേ അറ്റ നദി ആണ് താപ്തി. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തായുള്ള നദി ആണ് താപ്തി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനത്തിന്റെ പേര് രബീന്ദ്ര ഭവൻ. രബീന്ദ്ര ഭവൻ എന്നാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനത്തിന്റെ പേര്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരെ? തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ളയെ ആണ് കേരള മോപ്പസാങ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ ഇ-പേയ്മെന്റ് പഞ്ചായത്ത് ആണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരം ആണ് ഇന്ത്യയിലെ ആദ്യ ഇ-പേയ്മെന്റ് പഞ്ചായത്ത്. ഏത് രാജ്യക്കാരെ ആണ് മഗ്യാറുകൾ എന്ന് അറിയപ്പെടുന്നത്? ഹംഗറി. ഹംഗറി രാജ്യക്കാരെ ആണ് മഗ്യാറുകൾ എന്ന് അറിയപ്പെടുന്നത്. ലോക നൃത്ത ദിനം എന്ന്? ഏപ്രിൽ 29. ഏപ്രിൽ 29 ആണ് ലോക നൃത്ത ദിനം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടക്കുമ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു? സി. സുബ്രഹ്മണ്യം. സി. സുബ്രഹ്മണ്യം ആയിരുന്നു ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടക്കുമ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി. അന്തർദേശീയ ശിശുദിനം എന്ന്? നവംബർ 20. നവംബർ 20 ആണ് അന്തർദേശീയ ശിശുദിനം. ഏത് നദിയുടെ തീരത്ത് ആണ് രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്നത്? യമുന. യമുന നദിയുടെ തീരത്ത് ആണ് രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്നത്. ലുൻ യു എന്ന ഗ്രന്ഥം ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺഫ്യൂഷനിസം. കൺഫ്യൂഷനിസവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം ആണ് ലുൻ യു എന്ന ഗ്രന്ഥം. ജോർഹത്ത് നാഷണൽ പാർക്ക് ഏതു സംസ്ഥാനത്താണ്? അസം. അസമിൽ ആണ് ജോർഹത്ത് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ലാഹോർ ഗേറ്റ് എന്തിന്റെ പ്രവേശന കവാടം ആണ്? ചെങ്കോട്ട. ചെങ്കോട്ടയുടെ പ്രവേശന കവാടം ആണ് ലാഹോർ ഗേറ്റ്. മുഖ്യമന്ത്രി ആയ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആണ് മൊറാർജി ദേശായി. മുഖ്യമന്ത്രി ആയ ശേഷം പ്രധാനമന്ത്രി ആയ ആദ്യ വ്യക്തി ആണ് മൊറാർജി ദേശായി. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള സംസ്ഥാന തലസ്ഥാനം ആണ് ഷിംല. ഷിംല ആണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള സംസ്ഥാന തലസ്ഥാനം. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആണ് മേഘാലയ. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം ആണ് മേഘാലയ. വിശുദ്ധ പർവ്വതം എന്ന് അറിയപ്പെടുന്നത് ഫ്യൂജിയാമ. ഫ്യൂജിയാമയെ ആണ് വിശുദ്ധ പർവ്വതം എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ആണ് പെൻഗ്വിൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ ആണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആദ്യത്തെ സാമൂഹിക ക്ഷേമ സംഘടന ആണ് പൊന്നാനി ഊനത്തിൽ ഇസ്ലാം സഭ. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആദ്യത്തെ സാമൂഹിക ക്ഷേമ സംഘടന ആണ് പൊന്നാനി ഊനത്തിൽ ഇസ്ലാം സഭ. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഷഡ്പദം ആണ് തുമ്പി. തുമ്പി ആണ് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഷഡ്പദം. സിന്ധു നദി ഒഴുകുന്ന
ഇന്ത്യയിലെ ഏക സംസ്ഥാനം ആണ് ജമ്മു കാശ്മീർ. സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ആണ് ജമ്മു കാശ്മീർ. കേരള ടൂറിസം വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം ആണ് തിരുവനന്തപുരം. കേരള ടൂറിസം വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി കൃഷ്ണൻ സ്ഥാപിച്ച സംസ്കൃത പാഠശാല ആണ് ബാലപ്രബോധിനി. താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി കൃഷ്ണൻ സ്ഥാപിച്ച സംസ്കൃത പാഠശാല ആണ് ബാലപ്രബോധിനി. വനിതകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യ യൂറോപ്യൻ രാജ്യം ആണ് നോർവേ. നോർവേ ആണ് വനിതകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യ യൂറോപ്യൻ രാജ്യം.